ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടും രുചികരമായിട്ടും കക്കറച്ചി റോസ്റ്റ് തയ്യാറാക്കുന്നത് കാണാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് കക്കറച്ചി എടുത്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണ് കേട്ടോ. ഇനി ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് 4 വലിയ വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ട് ക്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു സവാളയുടെ പകുതി എടുത്തിട്ട് നമുക്ക് ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഉള്ളി വേണമെങ്കിൽ എടുക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ. ഞാനിവിടെ സവാളയാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്ത് ചീനച്ചട്ടി വെച്ച് കൊടുക്കുക. ചീനച്ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും വേപ്പിലയും ഇട്ട് കൊടുക്കുക കേട്ടോ. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ലൈക്ക് ചെയ്തിട്ട് കാണുക, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്, എന്നിട്ടാണ് നമ്മളതിൽ വാട്ടിയെടുക്കണേ കേട്ടോ. ഇത് നന്നായി വാടിയത് വന്നതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള മുളക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ പച്ചമണമൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് കക്കറച്ചി ഇട്ട് കൊടുക്കാം. കക്കറച്ചി ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇളക്കി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്കിങ്ങനെ പൊട്ടിത്തെറിക്കലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഒരുവിധം നന്നായിട്ട് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത്തിരി മൂപ്പ് കുറച്ചോ കൂട്ടിയോ ഒക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നു, ഞാനത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേവിച്ച് വെച്ചപ്പോൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഉപ്പിടാതിരുന്നത്. ഇപ്പോൾ ഇത്തിരി ഉപ്പ് കുറവായപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കക്കറച്ചി തയ്യാറായിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഞാൻ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടും എളുപ്പത്തിലും നമുക്ക് തയ്യാറാക്കാവുന്നുള്ളൂ കേട്ടോ കക്കറച്ചി റോസ്റ്റ്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അതിനും കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സാധാരണ നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ ഉള്ളി ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.